Assalamualaikum, Namaskaram. ഇന്ന് നമുക്ക് ഒരു കിടിലൻ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ബ്രെഡും തേങ്ങയും. അപ്പോൾ ബ്രെഡും തേങ്ങയും വെച്ചിട്ട് എങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 4 ബ്രെഡ് സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറഞ്ഞ അളവാണ് കാണിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 2 ടീസ്പൂണാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. നമ്മുടെ ബ്രെഡും തേങ്ങയൊക്കെ നല്ലോണം പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1-2 ടീസ്പൂൺ പാലാണ്. പാൽ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് നമ്മൾ കുഴച്ചെടുക്കാൻ. പാൽ ഒരുമിച്ച് ഒന്നായിട്ട് ഒഴിക്കരുത്. 1-2 ടീസ്പൂൺ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി നോക്കുക. ഇതുപോലെ. ഇപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുളകളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇങ്ങനെ ഉരുളകളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പാലൊഴിക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു പാകമായിട്ട് വരിക. ഇനി നമുക്കിതെല്ലാം ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അധികം ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ മതിയാവോ. കാരണം ബ്രെഡും തേങ്ങയും ആണല്ലോ, അപ്പോൾ പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ സ്നാക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഇപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കൊക്കെ നമുക്ക് സമയം കിട്ടാതെ വരികയോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ മറക്കരുത്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത്ര ഇതിന് ആവശ്യമുള്ളൂ, അധികം സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബോൾസ് ഓരോന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. ഈ ബ്രൗൺ കളർ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. നിങ്ങളാരും ഈ ബ്രെഡും തേങ്ങയും അല്ലേ, അതത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിൽക്കണ്ട. ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.